ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. സ്നേഹം സൃഷ്ടിയുടെ കൂടെയുള്ള സഹജമായ ഒരു സ്വഭാവമാണ്. സ്നേഹം ഒരു പശ പോലെ സർവത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതേ സ്നേഹം തന്നെ പരമമായ ആനന്ദത്തിനും ദുഃഖത്തിനും കാരണമായി ഭവിക്കാറുണ്ട്. അനിത്യമായ വസ്തുക്കളോടുള്ള സ്നേഹം ദുഃഖത്തിനായും നിത്യമായ ആത്മാവിനോട് സ്നേഹിച്ചാൽ പരമമായ സുരക്ഷയ്ക്കും ആനന്ദത്തിനും കാരണമായി ഭവിക്കുന്നു. അതേപോലെ സമ്പത്തിനോടും ബന്ധുമിത്രാദികളോടും ആണ് സ്നേഹമെങ്കിൽ അതും തീരാത്ത ദുഃഖത്തിന് കാരണമായിട്ടാണ് ഭവിക്കുന്നത്. അപ്പോൾ സ്നേഹം ദുഃഖമായും സുഖമായും ഭവിക്കുന്നു. അതിനാൽ ഈ സ്നേഹം സുഖദുഃഖങ്ങൾ രണ്ടിനും ഹേതുവായി വരും. ആത്മസ്നേഹം സുഖം നൽകും, അനാത്മസ്നേഹമല്ലലും. സ്നേഹം സുഖദുഃഖങ്ങൾ, സ്നേഹം നമുക്ക് സുഖത്തെയും ദുഃഖത്തെയും തരുന്നതാണ്. അതെന്താ സുഖത്തിന് കാരണം, ദുഃഖത്തിനെന്താ കാരണം എന്നിവിടെ വിവരിക്കുകയാണ്. ആത്മസ്നേഹമാണെങ്കിൽ നിത്യമായിരിക്കുന്ന പരമാത്മാവായി കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കുകയാണെങ്കിൽ നമുക്ക് ആനന്ദവും. എന്നാൽ ഇതെൻ്റെ ബന്ധു, അത് ശത്രു, ഇത് വേണ്ടവർ, അത് വേണ്ടാത്തവർ, ഇത് നല്ലവർ, അത് ചീത്തയായവർ, ഇതെനിക്കിഷ്ടപ്പെട്ടവർ, അത് ഇഷ്ടപ്പെടാത്തവർ ഇത്യാദി ഭേദബുദ്ധിയോടുകൂടി തനിക്ക് ഇഷ്ടപ്പെട്ടതിനെ സ്നേഹിക്കുകയാണെങ്കിൽ അത് ദുഃഖത്തിനും കാരണമായി ഭവിക്കുന്നു. അതാണ് വിത്തപുത്രകളത്രാദി വിഷയസ്നേഹമാരെയും. സമ്പത്ത്, ഭാര്യ, ഭർത്താവ്, മക്കള്, ബന്ധുക്കൾ ഇവയെ എല്ലാമുള്ള സ്നേഹം ഊക്കേറും ദുഃഖജാലങ്ങൾ കൊടുക്കുന്നു പലപ്പോഴും. ഇത് ശക്തിയേറിയ ദുഃഖത്തെ വളർത്താൻ സഹായിക്കുന്നവയാണ് ഇവയോടുള്ള സ്നേഹം. എന്നാൽ അവയോടുള്ള സ്നേഹത്തിന് കാരണം തനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയാവണം ആണ്. കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹമാണ്. കിട്ടിയില്ലെങ്കിൽ ദുഃഖം, കിട്ടണമെന്ന മോഹം ഉള്ളിൽ എപ്പോഴും നമ്മെ അലട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ആത്മസ്നേഹം ഒന്നും കിട്ടാൻ വേണ്ടിയല്ല, സ്നേഹം സ്വഭാവമാണ്. ആ സഹജമായ സ്വഭാവം ഒഴുകുന്നു. അവിടെ പരമമായ സ്വാതന്ത്ര്യവും സുഖവും ആനന്ദവും അനുഭവമാകും. അതിനാൽ ഏത് സ്നേഹമാണ് നമുക്ക് വേണ്ടതെന്ന് ഇവിടെ വ്യക്തമാക്കി തരുന്നുവല്ലോ. സ്നേഹം സുഖദുഃഖങ്ങൾ രണ്ടിനും ഹേതുമായി വരും, സുഖത്തിനും ദുഃഖത്തിനും കാരണമായി വരും. ആത്മസ്നേഹം സുഖം നൽകും, ആത്മസ്നേഹം സുഖം തരും. അനാത്മസ്നേഹമല്ലലും, അനാത്മാവിനെ സ്നേഹിച്ചാൽ ദുഃഖമായിരിക്കും ഫലം ഉണ്ടാവുക. വിത്തപുത്രകളത്രാദി വിഷയസ്നേഹമാരെയും. ഇതെല്ലാം നമ്മളെ ഊക്കേറും ദുഃഖജാലത്തിൽ കുടുക്കുന്നു പലപ്പോഴും. ഊക്കേറുന്ന പറഞ്ഞാൽ ശക്തിയേറിയ ദുഃഖജാലത്തിൽ നമ്മെ പെട്ട് വറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിഷയ സ്നേഹം ദുഃഖവും ആത്മസ്നേഹം സുഖവും അല്ലെങ്കിൽ ആനന്ദവും പ്രദാനം ചെയ്യുന്നു. അല്പമായ സുഖം കിട്ടും, അത് നഷ്ടപ്പെടുമ്പോൾ ദുഃഖമായിരിക്കും ഉണ്ടാവുക. അല്പമായ ആനന്ദത്തിനാണ് സുഖം എന്ന് പറയുന്നത്. ആ സുഖം അനൽപമായി തീരുമ്പോൾ അത് ആനന്ദമായി തീരുന്നു. അതിനാൽ ഏതൊരു മനുഷ്യനും അല്പമായ സുഖത്തെ അല്ല ഇഷ്ടപ്പെടുന്നത്, അനന്തമായ
സുഖത്തെ അല്ലെങ്കിൽ അനന്തമായ ആനന്ദത്തെയാണ് ഇഷ്ടപ്പെടുന്നത്. അതിനു വേണ്ടിയാണ് നാം എല്ലാവരും ഈ ലോകത്തിൽ വന്നത്. എല്ലാവരും ദാഹിക്കുന്നതും ആ സ്നേഹത്തിന് വേണ്ടിയാണ്.